തനിക്ക് വേണ്ടി വിഹാൻ കല്യാണത്തിന് സമ്മതിച്ചെങ്കിലും അവൻ മേഘയെ ഇഷ്ടപ്പെടും എന്നൊരു തോന്നൽ നിരഞ്ജനിലുണ്ടായിരുന്നു. കാരണം മേഘ ശരിക്കും വർഷയുടെ ജെറോക്സ് കോപ്പിയാണെന്ന് നിരഞ്ജന് പലതവണ തോന്നിയിട്ടുണ്ട്. സൗന്ദര്യം കൊണ്ടും സ്വഭാവം കൊണ്ടും മേഘ മറ്റൊരു വർഷയായിരുന്നു. അവളെപ്പോലൊരു പെണ്ണിനെ തൻ്റെ കണ്ണന് സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ലെന്ന് നിരഞ്ജന് തോന്നി. തൻ്റെയുടെയും വർഷയുടെയും പ്രണയ നിമിഷങ്ങളിലേക്ക് മേഘ നുഴഞ്ഞു കയറി വരുമ്പോൾ അവൾ ആട്ടി ഓടിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അവൾ ഒറ്റയ്ക്കാവുമ്പോൾ വിഹാൻ അതൊരു ഫീൽ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അവൻ പോയി അവളുടെ അരികിൽ ചെന്നിരിക്കും. അവൻ്റെ മനസ്സിൽ എന്താണെന്ന് നിരഞ്ജന് പിടികിട്ടുന്നേയില്ലായിരുന്നു. രണ്ടുപേരും എപ്പോൾ കണ്ടാലും അടിയും പാരവെപ്പും കൂടെ വിഹാൻ്റെ തെറി പറച്ചിലും മാത്രമേ നടക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ വർഷ കൂടെ ഉണ്ടെങ്കിൽ മാത്രം വിഹാൻ മേഘയോട് ഇത്തിരി സോഫ്റ്റായി പെരുമാറും എന്ന് മാത്രം. അവരെ കല്യാണം കഴിപ്പിക്കുക എന്ന തൻ്റെ തീരുമാനം തെറ്റായിപ്പോയോ എന്ന് പലതവണ അവന് തോന്നിയിട്ടുണ്ട്. എന്നാലും മഞ്ഞുമല ഒരുക്കിയിട്ടേ തനിക്കിനി റെസ്റ്റ് ഉള്ളൂ എന്ന് മനസ്സിലുറപ്പിച്ച നിരഞ്ജൻ മറ്റൊരു പ്ലാനുമായി വന്നു. ഇല്ലാത്ത സമയം ഉണ്ടാക്കി അവൻ കല്യാണ ഡ്രസ്സ് എടുക്കാൻ എന്ന പേരും പറഞ്ഞ് വിഹാനെയും കുത്തിപ്പൊക്കി കൊണ്ടുവന്നു. കൂടെ തനിക്കും വർഷയ്ക്കും ഇത്തിരി പ്രൈവസി വേണമെന്നും പറഞ്ഞു വിഹാനെയും മേഘയും വിഹാന്റെ വണ്ടിയിൽ പറഞ്ഞു വിട്ടു. അതിൻ്റെ കൂടെ പോപ്പ് മ്യൂസിക് ഇഷ്ടപ്പെടുന്ന വിഹാന്റെ കാറിലെ പ്ലേലിസ്റ്റ് ഡിലീറ്റ് ചെയ്ത് അവിടെ റൊമാൻറ്റിക് സോങ് കുത്തി നിറച്ച ഡോക്ടറുടെ ആ മനസ്സ് വിഹാൻ തിരിച്ചറിഞ്ഞാൽ മതിയായിരുന്നു. എത്ര നേരമെന്ന് വെച്ചാൽ ഈ തീപ്പെട്ടിക്കൊല്ലിയുടെ മോന്ത കാണുന്നത്, ഇനി കുറച്ചു നേരം പാട്ട് കേട്ടേക്കാം എന്ന് കരുതി വിഹാൻ മ്യൂസിക് സിസ്റ്റം ഓൺ ചെയ്തപ്പോൾ അതിൽ നിന്നുയരുന്ന പാട്ട് കേട്ട് അവൻ കിളിപ്പോയി ഇരിപ്പാണ്. സമറിൻ ബത്ലേഹിമിലെ എത്രയോ ജന്മമായി എന്ന് തുടങ്ങുന്ന സോങ് ആയിരുന്നു ആദ്യം പ്ലേ ആയത്. ഈ സാറിന് ഇതെന്ത് പറ്റി, ഇത്തരം പാട്ട് പതിവില്ലല്ലോ എന്നും മനസ്സിൽ കരുതി മേഘ അവനെ വല്ലാത്ത ഭാവത്തിൽ നോക്കിയപ്പോൾ അവളെ നോക്കി ചിരിക്കണോ വേണ്ടോ എന്ന പോലെ അവനൊന്ന് ചിരിച്ചു. പാട്ട് ചേഞ്ച് ചെയ്ത് നോക്കി. അപ്പോൾ വരുന്നതേ മറ്റൊരു റൊമാൻറ്റിക് സോങ്. പിന്നെ വന്ന പാട്ട് മറ്റൊന്നുമല്ലായിരുന്നു, നമ്മുടെ പാണ്ടിപ്പടയിലെ അറിയാതെ ഇഷ്ടമായി എന്ന് തുടങ്ങുന്ന ആ സോങ് ആയിരുന്നു കേട്ടോ. ഛേ, ഇതെന്തുവാ ഇത് എന്ന് മനസ്സിൽ പറഞ്ഞ് അവൻ പിന്നെയും പാട്ട് മാറ്റി. ദേ പിന്നെയും റൊമാൻറ്റിക് സോങ്. ഖുഷി എന്ന തെലുങ്ക് മൂവിയിലെ അടിപൊളി സോങ് ആയിരുന്നു പിന്നെ വന്നത്. മേഘയുടെ ഫേവറേറ്റ് സോങ്ങും. ഇതും കൂടി കേട്ടതും വിഹാൻ വിചാരിക്കുകയാണ്, എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ. ആരാ ഈ പ്ലേലിസ്റ്റ് മാറ്റിയത്? ഇനി തീപ്പെട്ടിക്കൊള്ളി ആയിരിക്കോ? തീപ്പെട്ടിക്കൊള്ളിക്ക് എന്നോട് പ്രേമം തോന്നിയോ? ഹേ, ആയിരിക്കില്ല. ഇനി അച്ചു അവനായിരിക്കോ? എന്തേലും ആവട്ടെ, ഇനിയിപ്പോൾ പാട്ട് ഓഫ് ചെയ്യണ്ട, അതങ്ങോട്ട് പാടട്ടെ എന്ന് കരുതി വിഹാൻ പാട്ട് മാറ്റാൻ നിന്നില്ല. മേഘ പാട്ട് ആസ്വദിച്ചു സീറ്റിൽ കണ്ണടച്ച് കിടന്നപ്പോൾ വിഹാന്റെ നോട്ടം അവളിൽ പാറി വീഴുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പാട്ടിൻ്റെ എഫക്റ്റ് കൊണ്ടാണെന്നറിയില്ല, അവൾ അന്ന് പതിവിലും അധികം സുന്ദരിയായതുപോലെ വിഹാനെ ഫീൽ ചെയ്തു. കണ്ണടച്ച് കിടക്കുമ്പോൾ അവളെ കാണാൻ വല്ലാത്തൊരു ചന്തം പോലെ അവന് തോന്നി. അവളുടെ മുഖത്ത് വീണ് കിടക്കുന്ന മുടിയിഴകൾ മാടിയൊതുക്കാൻ അവൻ്റെ കൈ അറിയാതെ നീണ്ടതും പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന വിഹാൻ കൈ പിൻവലിച്ചു. മറ്റെന്തൊക്കെയോ ചിന്തകളിലേക്ക് മനസ്സിനെ കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു. പക്ഷെ മനസ്സ് പിടിച്ചെടുത്ത് കിട്ടാത്തതുപോലെ. ഇനി നോക്കേണ്ടെന്ന് എത്ര പറഞ്ഞ് പഠിപ്പിച്ചാലും മനസ്സ് കൂട്ടാക്കണ്ടേ. പിന്നെയും പിന്നെയും നോട്ടം അവളിൽ തന്നെ ഒതുങ്ങി നിന്നു. ഇതൊന്നും അറിയാതെ മേഘ ചെറുതായി മയങ്ങുകയായിരുന്നു. മേഘയും വർഷയും കൂടി അവർ രണ്ടുപേർക്കുള്ള കല്യാണ സാരി നോക്കുന്ന തിരക്കിലായിരുന്നു. രണ്ടുപേരും അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ മാറ്റിവെച്ചു. അന്നേരാണ് നിരഞ്ജൻ അങ്ങോട്ട് വരുന്നത്. അച്ചുവേട്ടാ, ദേ ഇത് നോക്കിക്കേ, കല്യാണ സാരിയാ, കൊള്ളാവോ അച്ചുവേട്ടാ? ദേ ഇത് സെക്കൻഡ് സാരി. കൊള്ളാം അച്ചുവേട്ടാ, ഈ കളർ എനിക്ക് ചേരുമല്ലോ അല്ലേ? പിന്നല്ലാതെ, എൻ്റെ കുരുവിപ്പെണ്ണിന് ഏത് കളറാ ചേരാത്തത്? അവനത് പറഞ്ഞതും വർഷയുടെ മുഖം ചുവന്നു തുടുക്കുന്നത് നിരഞ്ജൻ ശ്രദ്ധിച്ചിരുന്നു. അച്ചുവേട്ടാ, ഇത് നോക്കിക്കേ, ഇതേ പൊന്നൂൻ്റെയാ, ഇത് കൊള്ളാവോ? കൊള്ളാം, പക്ഷെ ഞാനല്ലല്ലോ അത് പറയേണ്ടത്, കണ്ണനല്ലേ, അവനത് പറഞ്ഞോളൂ. വർഷ, നീങ്ങ് വന്നേ, നിനക്ക് ഞാൻ കുറച്ച് ഡ്രസ്സ് നോക്കി വെച്ചിട്ടുണ്ട്, എല്ലാം പാകമാണോ എന്ന് നോക്കിക്കേ എന്നും പറഞ്ഞ് വർഷയുടെ കൈയും പിടിച്ച് നിരഞ്ജൻ നടക്കുമ്പോൾ വർഷ മേഘയൊന്ന് തിരിഞ്ഞു നോക്കി. അവൾ അവിടെ ഒറ്റക്കാവില്ലേ എന്ന തോന്നൽ അവളിലുണ്ടായിരുന്നു. വർഷ പോയതും മേഘയ്ക്ക് പിന്നെ ഉള്ള മൂടും പോയി. ഈ സാരി തനിക്ക് ചേരുമോ എന്ന് ചെകുത്താനോട് ചോദിച്ചേക്കാം, ഇല്ലെങ്കിലേ ഉടുക്കുമ്പോൾ ഓരോ കുറവ് പറയും എന്നും പറഞ്ഞ് വിഹാന്റെ അരികിലേക്ക് നടന്നു. അന്നേരം ആൾ കാര്യമായി ആരോടോ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. കുറച്ചു നേരം ഫോൺ കോൾ കഴിയട്ടെ എന്ന് കരുതി അവൾ കാത്തിരുന്നുവെങ്കിലും അവൻ്റെ സംസാരം നീണ്ടുപോകുന്നത് കണ്ട മേഘ വെറുതെ ഇവിടെ നിന്ന് ഇനിയും സമയം കളയണ്ടല്ലോ എന്ന് കരുതി അവൾ ഏതെങ്കിലും എടുക്കാമെന്ന് കരുതി തിരിഞ്ഞു നടന്നു. വിഹാൻ അവൾ സാരിയും പിടിച്ച് വന്നതും തന്നെ കാത്തിരുന്നതും അവളുടെ വാടിയ മുഖവും ഒക്കെ ശ്രദ്ധിച്ചിരുന്നു. മേഘ വീണ്ടും സാരി നോക്കി തുടങ്ങി. കഴിഞ്ഞോ? വിഹാന്റെ സ്വരം കേട്ടിട്ടാണ് മേഘ തിരിഞ്ഞു നോക്കിയത്. കഴിയാറായി. സാരി എടുത്തു കഴിഞ്ഞോ? നോക്കട്ടെ.
അവൻ്റെ ചോദ്യം കേട്ട് മേഘ വിശ്വാസം വരാതെ അവനൊന്ന് നോക്കി. എന്നിട്ട് സാരി കാട്ടിക്കൊടുത്തപ്പോൾ അവൻ കൊള്ളാമെന്ന് പറഞ്ഞു. മേഘ, താനേ ഫോട്ടോഷൂട്ടിൻ്റെ സമയത്ത് ഇട്ട ഡ്രസ്സ് ഉണ്ടല്ലോ, അത് തനിക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു. ആ കളറിൽ വരുന്ന ഗൗൺ മതി റിസപ്ഷന്. സാരി വേണ്ട, വാ നമുക്കേ അത് നോക്കാം എന്ന് പറഞ്ഞ് വിഹാൻ അവളെയും കൂട്ടി ഗൗൺ സെക്ഷനിലേക്ക് നടന്നു. അവൻ തനിക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ മേഘയുടെ ഉള്ളിൽ ചെറിയ സന്തോഷം തോന്നി. വെറും 2 വർഷം മാത്രം താൻ വിഹാൻ ശങ്കറിൻ്റെ ഭാര്യയായിരിക്കും എന്നുള്ള ഗൗരവം നിറഞ്ഞ വാക്കുകൾ അവളുടെ കാതിൽ തുളച്ചു കയറുന്നത് പോലെ തോന്നിയതും തൊട്ടടുത്ത നിമിഷം ആ സന്തോഷം മാഞ്ഞു പോയിരുന്നു. അവനിപ്പോൾ കാണിക്കുന്ന പരിഗണന കല്യാണത്തിന് ഭാര്യ എന്ന് പറഞ്ഞ് കൂടെ നിർത്തുമ്പോൾ കുറവൊന്നും തോന്നരുതല്ലോ, അതാവണം. അല്ലാതെ തന്നോട് മറ്റൊരു ഇഷ്ടവും അവൻ ഇതുവരെ തോന്നിയിട്ടുമില്ല, ഇനി തോന്നാനും പോണില്ല. അതുകൊണ്ട് തൻ്റെ ഉള്ളിലും വേണ്ടാത്ത ഒരു മോഹങ്ങളും വരാൻ പാടില്ല. തങ്ങൾ പിരിയേണ്ടവരാണ്. മേഘ വേണ്ടാത്ത ചിന്തകളെ പാടെ മായ്ച്ചു കളഞ്ഞു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. 4 പേരും 2 ടേബിളിലായിട്ടാണ് അവരിരുന്നിട്ടുള്ളത്. ഭക്ഷണം എത്തിയതും 4 പേരും കഴിപ്പ് തുടർന്നു. വർഷയുടെ കണ്ണുകൾ മുഴുവനും മറ്റേ ടേബിളിലിരുന്ന് ഒരു പരിചയവുമില്ലാത്തവരെ പോലെ ഒരു കയ്യിൽ ഫോണും പിടിച്ച് എന്തോ നോക്കിക്കൊണ്ട് ഫുഡ് കഴിക്കുന്ന മേഘയിലും വിഹാനിലുമായിരുന്നു. 2 പേരും പ്രണയത്തോടെ ഇടപഴകുന്നത് അവൾ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ആർക്കോ വേണ്ടി എന്ന പോലെയാണ് 2 പേരും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അത് കണ്ടതും വർഷയുടെ മുഖം വാടിയെന്ന് മാത്രമല്ല, അവൾക്ക് ചെറിയ സംശയമൊക്കെയും തോന്നി തുടങ്ങി. നിരഞ്ജൻ വർഷയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വർഷയുടെ മുഖം മങ്ങിയതറിഞ്ഞ അവൻ അവളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി അവളുടെ വായിലേക്ക് ഫുഡ് വെച്ച് കൊടുത്തപ്പോൾ അവൾ ഒരു പ്രാവശ്യം വാങ്ങിച്ചു. പിന്നെയും അവൻ പ്രവൃത്തി തുടർന്നപ്പോൾ അവൾ വേണ്ട, താൻ കഴിച്ചോളാമെന്ന് പറഞ്ഞ് നിരസിച്ചപ്പോൾ നിരഞ്ജന് ചെറിയ വിഷമമൊക്കെയും തോന്നി. അത് മനസ്സിലായിട്ടും വർഷ അത് കണ്ടില്ലെന്ന് നടിച്ചു. കഴിപ്പ് നിർത്തി വീണ്ടും വിഹാനെയും മേഘയും വീക്ഷിക്കാൻ തുടങ്ങി. ഫോണിൽ നിന്നും തല ഉയർത്തി നോക്കിയ വിഹാൻ കാണുന്നത് തങ്ങളെ വീക്ഷിക്കുന്ന വർഷയെയും. അവൾക്ക് എന്തോ ഒരു സംശയം പോലെ എന്നത് വർഷയുടെ മുഖത്ത് നിന്ന് വിഹാന് വായിച്ചെടുക്കാൻ പറ്റി. ഇത് സീനായേക്കാം എന്ന തോന്നലിൽ വിഹാൻ മേഘയോട് പതുക്കെ പറഞ്ഞു, ഡേ തീപ്പെട്ടിക്കൊള്ളി, ആ കൈങ്ങ് തന്നേ. എന്തിനാ സാർ? തരാൻ. ദേ വർഷ നമ്മളെ ശ്രദ്ധിക്കുന്നു. അവൾക്ക് എന്തോ ഒരു ഡൗട്ട് പോലെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് റൊമാൻറ്റിക് ആയാലോ? അത് കേട്ട മേഘ ആ ഒരു ശബ്ദത്തോടെ അവനൊന്ന് നോക്കി. ഐ മീൻ റൊമാൻറ്റിക്കായി അഭിനയിക്കാന്ന്. അതുകൊണ്ടേ തൻ്റെ കൈങ്ങ് തന്നേ. അതെ സാറേ, അന്നത്തെ പോലെ ഉമ്മ വെച്ചാലുണ്ടല്ലോ എൻ്റെ വിധം മാറുവേ. ഇല്ലെന്ന്, അല്ലെങ്കിലും കയ്യിൽ ഉമ്മ വെച്ചാൽ കൊച്ചൊന്നും ഉണ്ടാവാനൊന്നും പോണില്ല. താൻ ആ കൈങ്ങ് തന്നേ എന്നും പറഞ്ഞ് അവളുടെ കയ്യിൽ അവൻ്റെ കൈ കോർത്ത് പിടിച്ചു. തീപ്പെട്ടിക്കൊള്ളി, ഇനി എൻ്റെ കണ്ണിലേക്ക് നോക്കിയിരുന്ന് കഴിച്ചേക്കണം കേട്ടല്ലോ. തൻ്റെ കയ്യിൽ ഞാൻ ഉമ്മ വെക്കുന്നതല്ലേ കുഴപ്പം? എൻ്റെ കയ്യിൽ താൻ ഉമ്മ വെച്ചാലേ എനിക്കൊരു കുഴപ്പമില്ല. രംഗം കൊഴുപ്പിക്കാൻ താൻ വേണേലേ എൻ്റെ കയ്യിലേക്ക് ഒരു ഉമ്മ വെച്ചേക്ക്. ഇതൊന്നും നമ്മൾ ഫീലിങ്സോടെ ചെയ്യുന്നതല്ലല്ലോ. എല്ലാം അഭിനയത്തിൻ്റെ ഭാഗം, അത്ര കരുതിയാൽ മതി. അയ്യടാ സാറിന് എന്ത് പറഞ്ഞാലും ഞാൻ സാറിന് ഉമ്മ തരാനൊന്നും പോണില്ല. അല്ലെങ്കിലും തൻ്റെ ഉമ്മ ആർക്ക് വേണം? ഞാനിത്തിരി ഒറിജിനാലിറ്റി കിട്ടിക്കോട്ടെ എന്ന് കരുതി പറഞ്ഞതാ. ഇത്രയൊക്കെ ഒറിജിനാലിറ്റി മതിയെങ്കിൽ മതി. വിഹാൻ അത് പറഞ്ഞ് കഴിപ്പ് തുടർന്നു. ഇരുവരും കൈകോർത്ത് പിടിച്ച് കണ്ണും കണ്ടും നോക്കിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടതും വർഷ അത് വിശ്വസിക്കാനാവാതെ കണ്ണു തിരുമ്മിയ ശേഷം ഒന്നുകൂടി നോക്കി. അന്നേരം വിഹാൻ മേഘയ്ക്ക് ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട വർഷ നീക്കി വെച്ച തൻ്റെ പ്ലേറ്റ് അരികിൽ വെച്ച് കഴിക്കാൻ തുടങ്ങി. അതിൻ്റെ കൂടെ നിരഞ്ജൻ്റെ വായിലേക്ക് ഫുഡ് വെച്ച് കൊടുക്കാനും മറന്നില്ല. സാറ് കണ്ണിലേക്ക് സുറുമ ഇടാറുണ്ടോ? വിഹാൻ്റെ കണ്ണിലേക്ക് നോക്കിയിരിക്കുമ്പോൾ മേഘയുടെ സംശയം അതായിരുന്നു. ഞാൻ സുറുമയൊന്നും ഇടാറില്ല. ഇല്ലേ, പക്ഷെ കണ്ടാ അങ്ങനെ പറയും കേട്ടോ. സാറിൻ്റെ കണ്ണ് കാണാൻ ഏതോ ഒരു നടൻ്റെ കണ്ണ് പോലെയുണ്ട് കേട്ടോ. ആരുടെയാണെന്ന് എനിക്കത്രക്കങ്ങോട്ട് പിടികിട്ടുന്നില്ല. പക്ഷേ തൻ്റെ കണ്ണ് അത് കള്ളിയങ്കാട്ട് നീലിയുടെ തന്നെ. അത് കേട്ടതും അവൾ അവനെ കൂർപ്പിച്ച് നോക്കി. അതെ ഇപ്പം അത് തന്നെ, കണ്ടിട്ട് പേടിയാവുന്നു. പോ അവിടുന്ന് എന്നും പറഞ്ഞ് കയ്യിലെ പിടി അയക്കാൻ നോക്കിയ മേഘയുടെ കൈ അവൻ ഒന്നുകൂടി ഇറുക്കി പിടിച്ചു. ഞാൻ ചുമ്മാ പറഞ്ഞതാ, തൻ്റെ കണ്ണ ഈ മുഖത്തിൻ്റെ ഭംഗി. വിഹാൻ അത് പറഞ്ഞതും മേഘ ഒരു നിമിഷം അവനെ വല്ലാത്ത ഭാവത്തിൽ നോക്കിപ്പോയി. ആ ഒരു നോട്ടം തിരിച്ചറിഞ്ഞ വിഹാൻ ഇത്രയും നേരം നോക്കിയതുപോലെ ആയിരുന്നില്ല പിന്നീട് നോക്കിയത്. അവരുടെ കണ്ണുകൾ തമ്മിൽ അനുരാഗം കൈമാറുന്നത് അവർ പോലും അറിഞ്ഞില്ല. ക്ഷേത്രനടയിൽ വെച്ച് വളരെ ലളിതമായ രീതിയിലായിരുന്നു നിരഞ്ജൻ്റെയും വർഷയുടെയും വിഹാൻ്റെയും മേഘയുടെയും താലികെട്ട്. അതിനുശേഷം വധൂവരന്മാരുടെ ബന്ധുക്കൾക്ക് വേണ്ടിയുള്ള വിവാഹ സൽക്കാരമായിരുന്നു നടന്നത്. SM കൺവെൻഷൻ സെന്ററിൽ നടന്ന സൽക്കാരം ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് അവസാനിച്ചു. വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന റിസപ്ഷൻ എല്ലാ മേഖലയിൽ നിന്നുള്ള പ്രമുഖന്മാരും പങ്കെടുക്കുന്ന ഒരു ഗ്രാൻഡ് പാർട്ടി ആയിരുന്നു.
അതിൻ്റെ കൂടെ നിരഞ്ജൻ്റെ ഹോസ്പിറ്റലിലെ സഹപ്രവർത്തകരും അവൻ്റെ ഫ്രണ്ട്സും ഹോസ്പിറ്റൽ ജീവനക്കാരും വിഹാൻ്റെ ഫ്രണ്ട്സും ഓഫീസ് സ്റ്റാഫും ഒക്കെയും പങ്കെടുക്കുന്നുണ്ടായിരുന്നു. വിഹാൻ തിരഞ്ഞെടുത്ത പർപ്പിൾ ഷെയ്ഡിലുള്ള ഗൗൺ അണിഞ്ഞു വന്ന മേഘയെ ബ്യൂട്ടീഷ്യൻ വളരെ ഭംഗിയിൽ ഒരുക്കി കൊടുത്തു. വിലപിടിപ്പുള്ള ഗൗണിലും അതിന് മാച്ചായിട്ടുള്ള ഡയമണ്ട് ഓർണമെന്റ്സിലും മേഘ അതിസുന്ദരിയായിരുന്നു. ഒരുക്കം കഴിഞ്ഞു ബ്യൂട്ടീഷ്യൻ പോയതും മേഘ മുന്നിലുള്ള കണ്ണാടിയിലെ തൻ്റെ പ്രതിബിംബത്തിലേക്കൊന്ന് നോക്കി. പേഴ്സണലി അവൾക്കും ആ ഡ്രസ്സും ആ ലുക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമായി. അവളുടെ കണ്ണുകൾ വിഹാൻ ചാർത്തിയ താലിയിലേക്കും സിന്ദൂരത്തിലേക്കും നീണ്ടു. താലി കഴുത്തിൽ വീണത് മുതൽ ഏതൊരു പെണ്ണിനെയും പോലെ താൻ എന്തൊക്കെയോ ആഗ്രഹിച്ചു തുടങ്ങിയെന്ന് അവൾക്ക് തോന്നി. ജീവിതകാലം മുഴുവനും ആ താലി കൂടെ വേണമെന്നൊരു തോന്നൽ, ഇതുവരെ ഇല്ലാത്ത പേരറിയാത്ത ഒരു വികാരം തന്നെ കീഴ്പ്പെടുത്തുന്നത് പോലെ. എത്ര വേണ്ടെന്ന് വെച്ചിട്ടും ചിന്തകൾ ഒരുവനിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്നത് പോലെ. എന്താ കണ്ണ എനിക്കിങ്ങനെയൊക്കെ തോന്നുന്നത്? ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ വരുത്തല്ലേ എന്ന്. സാർ എന്നെ അങ്ങനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. എന്നിട്ടും എനിക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത്? ഇല്ല, ഞങ്ങൾ പിരിയേണ്ടവരാണ്, പിരിയുക തന്നെ ചെയ്യും. എൻ്റെ ലക്ഷ്യം നടന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോവേണ്ടവളാണ്. അതുകൊണ്ട് ഒന്നും വേണ്ട, ഒന്നും, അവൾ മനസ്സിനെ പറഞ്ഞു പാകപ്പെടുത്തിയെടുത്തു. അപ്പോഴാണ് പിന്നിൽ നിന്നും ഷൂസിട്ട കാലൊച്ചകൾ കേൾക്കുന്നത്. ആളെ കാണുന്നതിന് മുൻപേ പരിചയമുള്ള പെർഫ്യൂമിൻ്റെ ഗന്ധം നാസികയിൽ തുളച്ചു കയറിയതുകൊണ്ട് അത് വിഹാനാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അവൾ തിരിഞ്ഞു നോക്കിയില്ല. കഴിഞ്ഞില്ലേ എന്നൊരു ശബ്ദം കേട്ടതും അവൾ കണ്ണാടിയിൽ പതിഞ്ഞ അവൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കിക്കൊണ്ട് പതിയെ ഒന്ന് മൂളി. അവനും അന്നേരം കണ്ണാടിയിലേക്ക് നോക്കി. ഏതോ ഒരു വേളയിൽ ഇരുവരുടെയും നോട്ടങ്ങൾ തമ്മിൽ കൊരുത്തു വലിച്ചതും ഇരുവരും പിടപ്പോടെ മിഴികൾ വെട്ടിച്ചു. ആഹാ, തീപ്പട്ടിക്കൊള്ളി ആളാകെ മാറിയല്ലോ. ഇപ്പൊ തന്നെ കണ്ടാലേ ആരായാലും ഒന്ന് പ്രേമിച്ചു പോവും. എനിക്കും ഒന്ന് പ്രേമിച്ചാലോ എന്ന് തോന്നുന്നൊക്കെ ഉണ്ട്. അത് കേട്ടതും മേഘയുടെ ഉള്ളം എന്തിനെന്നറിയാതെ തുടിക്കുന്നുണ്ടായിരുന്നു. അടിവയറ്റിൽ മഞ്ഞ് വീഴുന്ന പോലെ ഒന്നും അല്ലെങ്കിലും അവിടെ എന്തൊക്കെയോ കൊളുത്തി വലിക്കുന്ന പോലെയൊക്കെയോ അവൾക്ക് തോന്നിപ്പോയി. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്ക് തീപ്പട്ടിക്കൊള്ളിയോടെ ആ ഒരു ഫീലിങ്സ് തോന്നുന്നില്ലെന്നേ. വിഹാന്റെ ശബ്ദം വീണ്ടും അവളുടെ കാതിൽ പതിഞ്ഞു. അത് കേട്ടതും അവളുടെ മുഖം പെട്ടെന്ന് വാടി. എങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു, അല്ലേലും ഞാൻ പറഞ്ഞോ എന്നെ പ്രേമിക്കാൻ? ആർക്ക് വേണം സാറിൻ്റെ പ്രേമം? എൻ്റെ മനസ്സിലെ സാറിനെ പോലുള്ള ഒരാളല്ല ഉള്ളത്. ഡയന രാജകുമാരിയുടെ ലുക്കും ചാളമേരിയുടെ സ്വഭാവം. വിഹാൻ അതും പറഞ്ഞ് കണ്ണുരുട്ടി. എന്നാ ഇയാൾ ദുൽഖർ സൽമാൻ്റെ ലുക്കും നെത്തോലി നെൽസന്റെ സ്വഭാവവും. നെത്തോലി നെൽസനാ? അതാരാ, തൻ്റെ ബന്ധുവാ? അത് കേട്ടതും അവൾ ചുണ്ടു കൂർപ്പിച്ച് അവനെ നോക്കി. സാറിനിപ്പോൾ എന്താ വേണ്ടത്? സാറിൻ്റെ ചേട്ടൻ ആഗ്രഹിച്ച പോലെ വർഷയെ കിട്ടിയില്ലേ? അത് തന്നെ ആയിരുന്നല്ലോ സാറിനും വേണ്ടത്. അതിന് വേണ്ടിയായിരുന്നല്ലോ നമ്മുടെ വിവാഹം പോലും. എല്ലാം ഭംഗിയായി നടന്നില്ലേ? എന്നെ ചൊറിയാതെ സാറ് പോവാൻ നോക്ക്. എന്നാൽ ഇതേ സമയം മേഘ ഒരുങ്ങിയത് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞു മേഘയുടെയും വിഹാന്റെയും മുറിയിലേക്ക് ചെന്നതായിരുന്നു വർഷ. അപ്പോഴാണ് വിഹാനും മേഘയും തമ്മിലുള്ള സംസാരം അവൾ കേൾക്കാനിടയായത്. അതുകൊണ്ട് അവൾ മുറിയിലേക്ക് ചെല്ലാതെ അവിടെ തന്നെ നിന്നു. ഇരുവരുടെയും സംസാരം കേട്ടതും വർഷ തറഞ്ഞു പോയിരുന്നു. അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉടലെടുത്തു. തന്നെ എല്ലാവരും കൂടി പറ്റിക്കുകയായിരുന്നു എന്നവൾക്ക് മനസ്സിലായി. മേഘയും കൂടി തന്നെ പറ്റിച്ചില്ലേ എന്നതാണ് അവൾക്ക് ഏറ്റവും വിഷമം തോന്നിയ കാര്യം. അതോടൊപ്പം നിരഞ്ജൻ കൂടി അറിഞ്ഞിട്ടാണ് ഈ നാടകം എന്നറിഞ്ഞതും അവൾക്ക് അവനോട് ദേഷ്യം തോന്നി. തന്നെ നേടുക എന്ന സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഇഷ്ടമില്ലാത്ത രണ്ടുപേരെ തമ്മിൽ ഒന്നാക്കി അവരുടെ ലൈഫ് കൂടി കളഞ്ഞു കുടിച്ചു. എല്ലാം കൊണ്ട് അവൾക്ക് തല പെരുകുന്നത് പോലെ തോന്നി. റിസപ്ഷനിലുടനീളം വർഷ അസ്വസ്ഥയായിരുന്നു. നിരഞ്ജൻ അവളുടെ മാറ്റം ശ്രദ്ധിച്ചിരുന്നു. വിഹാനും മേഘയും അപ്പോഴും മുഖത്തില്ലാത്ത സന്തോഷം വരുത്തി എല്ലാവരോടും ചിരിച്ച് പെരുമാറുന്നത് കണ്ടപ്പോൾ വർഷയ്ക്ക് മേഘയോട് സഹതാപമാണ് തോന്നിയത്. ആരുടെയൊക്കെ വാക്ക് കേട്ടിട്ടാണ് അവൾ തനിക്ക് വേണ്ടി ഇത് ചെയ്തതെന്ന് വർഷയ്ക്ക് മനസ്സിലായി. അന്നേരം വർഷ മനസ്സിലൊരു കടുത്ത തീരുമാനം എടുത്തിരുന്നു. ആദ്യ രാത്രിയിലെ ചടങ്ങ് പ്രമാണിച്ചു വർഷയും മേഘയും അണിയിച്ചൊരുക്കി പാൽ ഗ്ലാസും കയ്യിൽ കൊടുത്തു അവരവരുടെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. വർഷ മുറിയിലേക്ക് ചെല്ലുമ്പോൾ നിരഞ്ജൻ മുറിയിലില്ലായിരുന്നു. വാഷ്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതും അവൻ കുളിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ പാൽ ഗ്ലാസും ടേബിളിൽ അടച്ചു വെച്ചു. കട്ടിലിൻ്റെ ഒരു ഭാഗത്ത് കണ്ണടച്ചു കിടന്നു. കുളി കഴിഞ്ഞു വന്ന നിരഞ്ജൻ കാണുന്നത് ബെഡിൻ്റെ ഓരം ചേർന്ന് കിടന്നിറങ്ങുന്ന വർഷയെയും. ടേബിളിൽ കിടക്കുന്ന പാൽ ഗ്ലാസ്സിലേക്കും ബെഡിൽ കിടക്കുന്ന വർഷയും മാറി മാറി അവൻ നോക്കി. ഇവൾക്കിതെന്ത് പറ്റി? വൈകുന്നേരം വരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഇനിയിപ്പോൾ എന്തെങ്കിലും വയ്യായിക എന്നും കരുതി നിരഞ്ജൻ പെട്ടെന്ന് ഡ്രസ്സ് മാറി വന്നു. ഒരു ട്രാക്ക് പാൻറ്റും ടീഷർട്ടും ആയിരുന്നു അവൻ്റെ വേഷം. വർഷയുടെ അരികിൽ ചെന്നിരുന്ന മുഖം തിരിച്ച് ചരിഞ്ഞു കിടക്കുന്ന അവളുടെ കാലിൽ ഇക്കിലി കൂട്ടിയതും അവൾ ഞെട്ടിയുണർന്നു.
മുന്നിൽ ഒരിളം പുഞ്ചിരിയോടെ നിൽക്കുന്ന നിരഞ്ജനെ കണ്ടപ്പോൾ അവൾ താല്പര്യമില്ലാത്ത മട്ടിൽ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്തായത്, മനുഷ്യൻ ഉറങ്ങുന്നത് കണ്ടില്ലേ? അല്ലെങ്കിലും ഞാൻ ഇന്ന് ഒരുപാട് ടയേർഡാണ്, ഒന്ന് ഉറക്കം പിടിച്ച് വന്നതായിരുന്നു, അപ്പോഴാ എന്നും പറഞ്ഞ് അവൾ വീണ്ടും അവന് മുഖം കൊടുക്കാതെ കണ്ണടച്ച് കിടന്നു. വർഷ, നീ ചുമ്മാ കളിക്കല്ലേ, ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ, പെട്ടെന്ന് എഴുന്നേറ്റേ. ഡോക്ടർ ആദ്യ രാത്രി ആഘോഷിക്കാൻ വേണ്ടി കാത്തിരുന്ന് മുഷിയണ്ട. ഇന്നെന്നല്ല, ഈ അടുത്തൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അവൾ അവന് മുഖം കൊടുക്കാതെ പറഞ്ഞു. നിനക്കെന്താ വർഷ, ഭ്രാന്തായോ? ചുമ്മാ പിച്ചും പയ്യും പറയാതെ നീ ഒന്ന് എഴുന്നേറ്റേ എന്നും പറഞ്ഞ് അവളെ ഇക്കിളി കൂട്ടി എഴുന്നേൽപ്പിക്കാൻ നോക്കിയെങ്കിലും അവൾ കൂട്ടാക്കിയില്ല. എന്താമോ നിനക്ക് പറ്റിയേ? എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നിനക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണോ നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? എടോ, അതിന് ഞാൻ നിന്നെ മുഴുവനായും വേണമെന്ന് പറയില്ല. പക്ഷേ ആദ്യ രാത്രിയുടെ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്, പിന്നെ നമുക്കെന്നും ഓർമ്മിക്കാൻ കുറച്ച് നല്ല നിമിഷങ്ങളും. പ്ലീസ് അമ്മു, വന്നിട്ടേ ഈ പാലൊന്ന് കുടിക്ക്. നിങ്ങൾക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വയ്യെന്ന്. അല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം മാത്രമാണല്ലോ വലുത്. ആഗ്രഹിച്ചത് നേടാൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വെറുതെ എന്തിനാ അവരെ ഇതിലേക്ക് വലിച്ചിട്ടത്? എനിക്കറിയാം മേഘയ്ക്ക് അവൾക്കൊരിക്കലും നിങ്ങളുടെ അനിയനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന്. തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കും. നീ എന്തൊക്കെയാ എൻ്റെ അമ്മ ഈ പറയുന്നത്? ഇനിയും എൻ്റെ മുന്നിൽ ഈ അഭിനയം വേണോ ഡോക്ടർ സാറേ? അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചതും പതർച്ച മറച്ചു പിടിക്കാൻ അവൻ പാടുപെടുന്നുണ്ടായിരുന്നു. ആരഭിനയിച്ചെന്നാ? എനിക്കതിൻ്റെ ആവശ്യം എന്താ? എന്നാ കേട്ടോ, നിങ്ങളുടെ അനിയനും പൊന്നുവും സംസാരിക്കുന്നത് മുഴുവൻ കേട്ടിട്ടാണ് ഞാനിതൊക്കെയും പറയുന്നത്. അതിൽ നിന്നും ഇതിൽ നിങ്ങൾക്കുള്ള പങ്കും എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അവരെന്നാണോ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങുന്നത് അത് കഴിഞ്ഞ് മാത്രമേ നമ്മളും ഒരുമിച്ച് ജീവിക്കുള്ളൂ. അവരുടെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതേ ഇരുവരും തമ്മിൽ ഒന്നുമില്ലെന്നാണ്. അതുകൊണ്ട് അവരെങ്ങനെയാണോ ഇപ്പോഴുള്ളത് അങ്ങനെ മാത്രമേ നമ്മളും ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാ? നിരഞ്ജൻ കടുപ്പിച്ച് ചോദിച്ചു. എന്ന് വെച്ചാ ഇനി ഇയാളെ എന്നെ തൊടാനും പിടിക്കാനും ഒന്നും വരാൻ പാടില്ലെന്ന്. അവരുടെ റിലേഷൻ ആ ഒരു സ്റ്റേജിലേക്ക് എത്തട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. ദേ ഒരുമാതിരി വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ, നിന്നോട് പറഞ്ഞിട്ടാണല്ലോ അവരിപ്പോൾ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വെക്കുന്നതൊക്കെയും. ആണെന്ന് കൂട്ടിക്കോ, ഞാൻ ഉറങ്ങാൻ പോവുക. ഗുഡ് നൈറ്റ്. എന്നെ പറ്റിച്ചിട്ടേ ഇവിടെ ആരും ഫസ്റ്റ് നൈറ്റും ലാസ്റ്റ് നൈറ്റും ഒന്നും ആഘോഷിക്കണ്ട. പിന്നെ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കുരുത്തക്കേട് കാട്ടിയാലേ എൻ്റെ വിധം മാറുവേ എന്നും പറഞ്ഞ് അവളെ ബെഡിൻ്റെ ഒരു വശത്ത് മുഖം തിരിച്ച് കിടന്നപ്പോൾ ഫസ്റ്റ് നൈറ്റ് കുളമായ ദേഷ്യത്തിൽ നിരഞ്ജൻ എന്തൊക്കെയോ പെറുപെറുത്തു അവിടെ ഉണ്ടായിരുന്ന പാൽ ഒറ്റ വലിക്ക് കുടിച്ചു അവളെ നോക്കി മുഖം തിരിഞ്ഞു കിടന്നു. മേഘയെ ഫസ്റ്റ് നൈറ്റ് കോസ്റ്റ്യൂമിൽ കണ്ടതും വിഹാൻ ചോദിച്ചു, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഞാൻ എന്ത് ചെയ്യാനാ എൻ്റെ സാറേ, സാറിൻ്റെ അമ്മ സമ്മതിക്കണ്ടേ? അതും ശരിയാ, തനിക്ക് വേണമെങ്കിൽ ഈ ഡ്രസ്സ് മാറി വേറെ ഇടാവുന്നതാണ്. നമുക്കിനി ഉറങ്ങുക എന്നൊരു ചടങ്ങ് മാത്രമല്ലേ ബാക്കിയുള്ളൂ. വേണ്ട, ഇന്നിനി എനിക്കൊന്നും വയ്യ, എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി. ശരി, എന്നാൽ താൻ ഇറങ്ങിക്കോളൂ. ഞാനിനി വാക്ക് തെറ്റിച്ചെന്ന് വേണ്ട, ആ ബെഡിൻ്റെ ഒരു വശത്ത് തനിക്ക് കിടക്കാം. അത് കേട്ടത് അവൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പാൽ ഗ്ലാസ് അവിടെ വെച്ച് കിടക്കാൻ പോയി. എടോ തീപ്പെട്ടിക്കൊള്ളി, ഈ പാലെന്തിനാ വേസ്റ്റ് ചെയ്യണേ? ഒന്നുമില്ലേലും എൻ്റെ അമ്മ സ്നേഹത്തോടെ തന്നതല്ലേ, അതെടുത്ത് തനിക്ക് കുടിച്ചൂടെ? വേണ്ട സാർ, സാറ് കുടിച്ചോ. ഞാൻ പാല് കുടിക്കാറില്ല. അമ്മ പിന്നെ ചടങ്ങ് തെറ്റിക്കേണ്ടെന്ന് കരുതി തന്നതാവാം. അതെടുത്ത് കുടിച്ചിട്ട് കിടന്നോളൂന്നേ. നാളെ നമുക്ക് ഒരു കെട്ട് ഫയൽ ചെക്ക് ചെയ്യാനുള്ളതാ. സാർ, അവൾ ദയനീയമായി വിളിച്ചുപോയി. ഞാൻ ചുമ്മാ പറഞ്ഞതാ, തനിക്ക് 2 ദിവസത്തേക്ക് ഞാൻ ലീവ് അനുവദിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് പാൽ ഗ്ലാസ് എടുത്ത് അവൾക്ക് നേരെ നീട്ടിയപ്പോൾ അവൾക്കത് നിഷേധിക്കാൻ തോന്നിയില്ല. അവളത് വാങ്ങി അവൻ്റെ മുഖത്ത് നോക്കാതെ കുടിക്കുമ്പോൾ അവളുടെ തൊണ്ടക്കുഴിയിലൂടെ പാലിറങ്ങുന്നത് അവനൊരു നിമിഷം നോക്കി നിന്ന് പോയി. അവൾ പാല് മുഴുവനും കുടിച്ചു അവനെ ഒന്ന് നോക്കിയപ്പോഴാണ് അവളുടെ കീഴ്ചുണ്ടിന് താഴെ ഒരു തുള്ളി പാൽ ഉറ്റിക്കിടക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. ഏതോ ഒരു ഉൾപ്രേരണയിൽ അവൻ തൻ്റെ തള്ളവിരൽ കൊണ്ട് അത് തുടച്ചു കൊടുത്തു. അവളുടെ മിഴിച്ചുനോട്ടം കണ്ടിട്ടാവണം താൻ എന്താണ് ചെയ്തതെന്ന് അവന് ബോധ്യം വരുന്നത്. അത് പിന്നെ ഞാൻ പാല്. അവൻ വാക്കുകൾക്ക് വേണ്ടി പരതുമ്പോഴും അവൾ ആ ഷോക്കിൽ തന്നെയായിരുന്നു. അവനാണെങ്കിൽ ചമ്മിയ മുഖം മറയ്ക്കാൻ വേണ്ടി പെട്ടെന്ന് കയറി കിടക്കുകയും ചെയ്തു. അതുകണ്ട മേഘ പാൽ ഗ്ലാസ്സിൽ വെള്ളമൊഴിച്ച് അടച്ചു വെച്ചു. വാഷ്റൂമിൽ ചെന്ന് വായ കഴുകി ബെഡിൻ്റെ മറ്റൊരു വശം ചേർന്ന് കിടന്നു. നല്ല ക്ഷീണമുള്ളതിനാൽ അവളും പെട്ടെന്ന് ഉറങ്ങിപ്പോയിരുന്നു. വർഷ രാവിലെ എഴുന്നേൽക്കുന്നതിന് മുൻപേ നിരഞ്ജൻ എഴുന്നേറ്റിരുന്നു. വർഷ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി ഒരു സിമ്പിൾ സാരിയൊക്കെ എടുത്ത് മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ടടുത്ത മുറിയിൽ നിന്നും മേഘയും ഇറങ്ങി വന്നു. മേഘ ഓടി വന്ന് വർഷയെ കെട്ടിപ്പിടിച്ചു. അമ്മൂസേ, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് നൈറ്റ്? എവിടെ നിൻ്റെ ഹിക്കീസൊക്കെയും കാണിച്ചേ എന്നും പറഞ്ഞ് വർഷയുടെ കഴുത്തൊക്കെയും പരതാൻ തുടങ്ങി.
എടി അമ്മു, ഇത്രയും റൊമാൻറ്റിക്കായ ഡോക്ടർ നിനക്ക് ഒരു ഹിക്കിയെങ്കിലും സമ്മാനിച്ചില്ലേ? എന്തുവാടി, ഇന്നലെ ഒന്നും നടന്നില്ലേ? മേഘ കളിയായി വർഷയോട് ചോദിച്ചു. ഒന്നും നടന്നില്ല. ഡോക്ടറെ എന്നെ ഒന്ന് തൊടാൻ പോലും സമ്മതിച്ചില്ല. അതെന്താ അങ്ങനെ? അതൊക്കെ ഉണ്ട്. അല്ല, നിന്റെ ഫസ്റ്റ് നൈറ്റ് എങ്ങനെയുണ്ടായിരുന്നു? നിന്റെ ജഗത്താ നിനക്ക് പ്രണയത്തിൻ്റെ ശേഷിപ്പൊന്നും തന്നില്ലേ? എന്നിട്ട് ഞാനൊന്നും കാണുന്നില്ലല്ലോ. വർഷ മേഘയുടെ മുഖത്തേക്ക് കുറ്റു നോക്കിക്കൊണ്ട് ചോദിച്ചു. തരാതെ പിന്നെ. ആൾക്ക് നിർബന്ധമായിരുന്നു അതാരും കാണരുതെന്ന്. കാണാൻ പറ്റുന്ന സ്ഥലത്തൊന്നുമല്ല അതൊക്കെ ഉള്ളത്. അത് പറയുമ്പോൾ മേഘ ഉള്ളിലെ പതർച്ച മറച്ചു പിടിക്കാൻ പാടുപെട്ടു. പൊന്നൂസേ, നീ എനിക്ക് കുറേ വർഷങ്ങൾക്ക് മുൻപ് കള്ളം പറയുമ്പോൾ നമ്മുടെ കൃഷ്ണമണിയുടെ ചലനം എങ്ങനെയായിരിക്കും എന്നൊരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിന്റെ കൃഷ്ണമണി അതുപോലെയായിരുന്നു. അപ്പോൾ നീ എന്നോട് കള്ളം പറഞ്ഞതാ? വർഷ വിടാൻ തയ്യാറില്ല. നിന്നോട് ഞാൻ എന്തിനാമോ കള്ളം പറയുന്നേ? അമ്മോ, എനിക്കറിയില്ല. നീയും ഡോക്ടറും എല്ലാവരും എന്നോട് കള്ളം പറയുക എന്നൊരു തോന്നൽ എന്നും പറഞ്ഞ് വർഷ താഴേക്ക് നടക്കുമ്പോൾ മേഘ വർഷ പറഞ്ഞ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുമായിരുന്നു. വർഷയോടുള്ള ദേഷ്യത്തിൽ തന്നെയാണ് നിരഞ്ജൻ അന്ന് ഹോസ്പിറ്റലിലേക്ക് പോയത്. എമർജൻസി കേസുണ്ടെന്ന് പറഞ്ഞ് ഒന്നും കഴിക്കാതെ പോയപ്പോൾ വർഷയ്ക്ക് എന്തോ അത് ശരിക്കും വിഷമം തോന്നി. അതുകൊണ്ടാണ് അവൾ സമയമോ സന്ദർഭമോ ഒന്നും നോക്കാതെ അവൻ്റെ നമ്പറിലേക്ക് വിളിച്ചതേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പിന്നെ കേൾക്കുന്നത് ചെവിക്കല്ല് പൊട്ടിപ്പോകുന്ന തരത്തിൽ പൂരത്തെറിയായിരുന്നു. ഇംഗ്ലീഷിലായതുകൊണ്ട് കേൾക്കുമ്പോൾ ഇത്തിരി സ്റ്റാൻഡേർഡൊക്കെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. നോൺസെൻസ് എന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്തപ്പോൾ വർഷയ്ക്ക് മനസ്സിലായി ആൾ ഇന്നലത്തെ ഫസ്റ്റ് നൈറ്റ് നടക്കാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ തീർത്തതാണെന്ന്. പിന്നെ 2 മണി കഴിഞ്ഞ് ശ്വേതയ്ക്ക് വിളിച്ചപ്പോഴാണ് അറിയുന്നത് ഇന്നലത്തെ ഫസ്റ്റ് നൈറ്റ് ഫ്രസ്ട്രേഷൻ മാത്രമായിരുന്നില്ല ആ തിരക്ക് പിന്നിൽ. ഇന്ന് താനടക്കം 3 നഴ്സ് സ്റ്റാഫ് ലീവായതിനാലും ഇന്നലെ ഡോക്ടർ ലീവായതിനാലും ഡ്യൂട്ടിയൊക്കെ ആകെ അവതാളത്തിലായി ആൾക്ക് വട്ടി പിടിച്ചിരിക്കുന്ന സമയത്താണ് താൻ കോൾ ചെയ്തതെന്ന്. എന്തായാലും ആൾ ചോക്ലേറ്റ് ഹീറോ ഇമേജ് മാറ്റിവെച്ചു വീണ്ടും സിംഹ എന്ന് ആ തെറി കേട്ടപ്പോൾ അവൾക്ക് വ്യക്തമായിരുന്നു. 8 മണി ആയപ്പോഴാണ് നിരഞ്ജൻ വീട്ടിലേക്ക് വരുന്നത്. അവൻ്റെ കോലം കണ്ടതും വർഷയ്ക്ക് മനസ്സിലായിരുന്നു ആൾ ഒത്തിരി ടയേർഡാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് അവൾ കോഫി വേണമെന്ന് ചോദിച്ച് അരികിൽ ചെന്നതും. കടുപ്പിച്ചുള്ളൊരു നോട്ടം സമ്മാനിച്ചു ഒന്നും മിണ്ടാതെ വാഷ്റൂമിലേക്ക് നടന്നപ്പോൾ പിന്നെ അവൾ ചോദിക്കാനോ പറയാനോ നിൽക്കാതെ അടുക്കളയിൽ ചെന്ന് കോഫി ഉണ്ടാക്കി. അവൻ കുളി കഴിഞ്ഞ് വരുന്ന സമയത്തിനനുസരിച്ച് അവൾ കോഫിയുമായി മുറിയിൽ ചെന്നപ്പോൾ ആൾ ഡ്രസ്സൊക്കെ മാറി കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് തല ചീകുകയായിരുന്നു. അരികിൽ ചെന്ന് കോഫി നീട്ടിയപ്പോൾ അവനത് വാങ്ങിക്കാതിരിക്കാനായില്ല. കാരണം നല്ലപോലെ ടയേർഡായതുകൊണ്ട് ഒരു കോഫി കുടിക്കാൻ അവനും ആഗ്രഹിച്ചിരുന്നു. തന്നോട് ഒരു വാക്ക് പോലും മിണ്ടാതെ കോഫി കുടിക്കുന്നവനെ കണ്ടതും അവൾക്ക് ചെറിയ പരിഭവം തോന്നാതിരുന്നില്ല. എന്നാലും എന്നെ അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല, അവൾ പരാതി രൂപേണ പറഞ്ഞു. ഡ്യൂട്ടി ടൈമിൽ കോൾ ചെയ്യാൻ പാടില്ലെന്ന് നിനക്കറിയാൻ പാടില്ലേ? അതും മനുഷ്യന് വട്ട് പിടിച്ചിരിക്കുന്ന സമയത്ത്. ഇനി ഇത് ആവർത്തിച്ചാൽ ഇതിലും കൂടുതൽ കേട്ടെന്നിരിക്കും. എന്തിനാ ഇത്രയും ദേഷ്യം? അതിന് മാത്രം ഞാൻ എന്തു ചെയ്തു? അവൾ നിഷ്കളങ്കത വാരി വിതറി. അതാണല്ലോ അവനെ വീഴ്ത്താനുള്ള ഏക വഴി. ഒന്നും ചെയ്തില്ലായിരിക്കും. ഒന്നും മറന്നിട്ടില്ല. ഇന്നലെ എന്തൊക്കെയാ പറഞ്ഞത്? കോഫി ഒന്ന് സിപ്പ് ചെയ്തുകൊണ്ട് അവൻ അവളിലോട്ട് നോട്ടം പായിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? പെട്ടെന്ന് എല്ലാം കേട്ടപ്പോൾ എനിക്ക് പെരുത്ത് കയറി. മേഘക്കില്ലാത്ത സന്തോഷം എനിക്കും വേണ്ടെന്ന് തോന്നി. അതാ ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. അപ്പോൾ ഇന്ന് തീരുമാനത്തിൽ മാറ്റം ഉണ്ടെന്നാണോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ചെറിയൊരു പ്രതീക്ഷയോടെ അവൻ ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഓ, അപ്പോൾ ഇന്നും ഉടക്കാൻ തന്നെയാണോ തീരുമാനം? ഞാൻ ഉടക്കാനൊന്നുമില്ല, പക്ഷെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. അവർ തമ്മിൽ പ്രണയിക്കട്ടെ. അതുവരെ നമുക്കിത് ഇതുപോലെ ദൂരെ നിന്ന് കണ്ണും നോക്കി പ്രണയിക്കാം. വർഷ അതും പറഞ്ഞ് പോവാനൊരുങ്ങിയതും നിരഞ്ജൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ച് നെഞ്ചോട് ചേർത്തതും വർഷ അവൻ്റെ പിടി അയക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ ബലിഷ്ഠമായ കൈകൾക്കുള്ളിൽ നിന്നും അവൾക്കൊന്ന് അനങ്ങാൻ പോലും ആയില്ല. നിരഞ്ജൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു. ഡോക്ടറെ വിടാൻ ഞാൻ പറഞ്ഞതല്ലേ. അവൻ്റെ കണ്ണുകൾ അവളുടെ വിറകൊള്ളുന്ന അതരങ്ങളിൽ എത്തി നിന്നതും ചൂണ്ടുവിരലാലും തള്ളവിരലാലും അവളുടെ കീഴ്ചുണ്ടിനെ ഒന്ന് ഞരടി. ഇത് ഡോക്ടറെ വേണ്ടാട്ടോ, ഞാൻ പറഞ്ഞതല്ലേ എന്നെ തൊടണ്ടെന്ന്. അവൾ അവൻ്റെ കണ്ണിലേക്ക് പതിയെ ഊതി. അവൻ്റെ നിശ്വാസം മുഖത്ത് തട്ടിയതും അവളുടെ മിഴികൾ പിടയ്ക്കാൻ തുടങ്ങി. അച്ചുവേട്ടാ വിടൂന്നേ. പക്ഷെ അവനത് കൂട്ടാക്കാതെ അവളിലേക്ക് മുഖം അടുപ്പിച്ചു. അച്ചേട്ടാ വേണ്ട. ആ വിളി അത് കേട്ട് അവൻ്റെ ചുടിയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ്റെ ഹൃദയം തരളിതമായി.
അച്ചേട്ട. അച്ചുവേട്ടൻ ഇത്തിരി കൂടി മോഡിഫൈ ചെയ്തുകൊണ്ടുള്ള പെണ്ണിൻ്റെ ആ വിളി അതവന് ഒരുപാട് ഇഷ്ടമായി. അവളുടെ വിറകൊള്ളുന്ന അതിരങ്ങൾ കണ്ട് അവൻ്റെ കണ്ണുകൾ ഒന്നുകൂടി തിളങ്ങി. അതിലെ തേൻ നുകരാൻ വേണ്ടി അവൻ്റെ ഹൃദയം വെമ്പുന്നുണ്ടായിരുന്നു. അവൻ്റെ മുഖം താഴ്ന്നു വന്നതും അവൾ അവൻ്റെ തോള് നോക്കി നന്നായിട്ടൊരു കടി കൊടുത്തതും അവൻ വേദന കൊണ്ട് പുളഞ്ഞു അവളിൽ നിന്നുള്ള പിടി അയച്ചു. അവൾ കടിച്ച ഭാഗം അമർത്തി ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഡി അടക്കാക്കുരുവി, നിനക്ക് വെച്ചിട്ടുണ്ട് ഇട്ടാ എന്നും പറഞ്ഞ് വല്ലാത്ത ഭാവത്തിൽ നോക്കി കോഫി കപ്പും കയ്യിൽ പിടിച്ചു മുറി വിട്ടിറങ്ങി. വർഷയെ അന്വേഷിച്ച് മുറിയിൽ പോയതായിരുന്നു മേഘ. അപ്പോഴാണ് നിരഞ്ജനും വർഷയും തമ്മിലുള്ള സംഭാഷണം കേൾക്കാനിടയായത്. കുറച്ച് കേട്ടപ്പോഴേ അവൾക്ക് മനസ്സിലായി തൻ്റെയും വിഹാൻ്റെയും ബന്ധത്തിൽ വർഷയ്ക്ക് ചിലതൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന്. അതിൻ്റെ പേരിൽ വർഷ ഡോക്ടറെ അകറ്റി നിർത്തുന്നത് കണ്ടപ്പോൾ മേഘയ്ക്ക് ഡോക്ടറുടെ അവസ്ഥ കണ്ട് നല്ല വിഷമം തോന്നി. മേഘ മുറിയിലേക്ക് വരുമ്പോഴേക്കും വിഹാൻ ബെഡിൽ ചാരിയിരുന്ന് തൻ്റെ മടിയിൽ ലാപ്ടോപ്പ് വെച്ച് എന്തോ കാര്യമായ ജോലിയിലായിരുന്നു. അവളുടെ വാടിയ മുഖം അവൻ ശ്രദ്ധിച്ചിരുന്നുവെങ്കിലും ഒന്നും ചോദിക്കാൻ നിന്നില്ല. മേഘ ബെഡിൻ്റെ ഒരു വശത്തിരുന്ന് കുറച്ചു നേരം ആലോചന തുടർന്നു. കുറച്ച് കഴിഞ്ഞതും വിഹാനെ നോക്കി പതിയെ വിളിച്ചു, സാർ. എന്താ? ഞാനൊരു കാര്യം പറഞ്ഞാൽ ദേഷ്യപ്പെടുമോ? ദേഷ്യപ്പെടേണ്ട കാര്യമാണെങ്കിൽ ദേഷ്യപ്പെട്ടിരിക്കും. അതുകൊണ്ട് പറയണോ വേണ്ടയോ എന്ന് താൻ തീരുമാനിക്കേ. ലാപ്ടോപ്പിൽ നിന്നും കണ്ണെടുക്കാതെയായിരുന്നു അവനത് പറഞ്ഞത്. സാർ ഒന്ന് കേട്ട് നോക്കി എന്നിട്ട് തീരുമാനിക്ക് ദേഷ്യപ്പെടണോ വേണ്ടയോ എന്ന്. എന്നാ പറ, എന്താ കാര്യം? ലാപ്പിൽ നിന്ന് മുഖമുയർത്തിക്കൊണ്ടവനത് പറഞ്ഞു അവളെ ഒന്ന് നോക്കി. അത് പിന്നെ നമ്മുടെ പ്ലാൻ ചെറുതായി പാളിപ്പോയിട്ടുണ്ടോയെന്നൊരു സംശയം. നമ്മൾ സംസാരിക്കുന്നത് അമ്മു കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. രാവിലെ എന്നോട് ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചായിരുന്നു. ഇപ്പം അച്ചുവേട്ടനും വർഷയും സംസാരിക്കുന്നത് ഞാൻ അബദ്ധവശാൽ കേട്ടതാണ്. അവർ തമ്മിൽ അടികൂടി നിൽക്കുക. എനിക്ക് കിട്ടിയ സൂചന വെച്ച് എനിക്ക് തോന്നുന്നത് ഇന്നലെ അവരുടെ ഫസ്റ്റ് നൈറ്റും കുളമായെന്നാണ്. നമ്മൾ തമ്മിൽ സ്നേഹിക്കാതെ അവൾ അച്ചുവേട്ടനെ അടുപ്പിക്കുന്നില്ലെന്ന്. താനിതൊക്കെ എങ്ങനെ അറിഞ്ഞു? തന്നോട് പറഞ്ഞതല്ലേ അങ്ങോട്ട് അധികം ചെല്ലരുതെന്ന്. ഒളിഞ്ഞു കേട്ട് വന്നേക്കുക. ഞാൻ പറഞ്ഞല്ലോ അബദ്ധവശാൽ കേട്ടതാണെന്ന്. അല്ലാതെ ഞാൻ ഒളിഞ്ഞു കേൾക്കാൻ പോയതല്ല. ഞാൻ അമ്മൂനെ കാണാൻ ചെന്നതാ. അന്നേരം എനിക്ക് അച്ചുവേട്ടൻ വന്ന കാര്യം അറിയില്ലായിരുന്നു. ശരി, സമ്മതിച്ചു. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ? അത് പിന്നെ നമുക്ക് അവളുടെ മുന്നിൽ നിന്നും കുറച്ച് റൊമാൻറ്റിക്കായി അഭിനയിച്ചാലോ? അത് കേട്ടതും അവൻ അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കി. അതിന് സാർ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്തിനാ? റൊമാൻറ്റിക്കായി അഭിനയിക്കാനാ ഞാൻ പറഞ്ഞത്, അല്ലാതെ ഒറിജിനലായി റൊമാൻസ് വേണോ എന്നൊന്നുമല്ല. നമ്മൾ സ്നേഹത്തിലാണെന്ന് കണ്ട അവൾ അച്ചുവേട്ടനോട് സ്നേഹത്തിൽ പെരുമാറിക്കോളും. ദേ സാറേ, ഇങ്ങനെ പോയാലേ കരാറിൽ പറഞ്ഞ 2 വർഷം കൊണ്ട് ഒന്നും നടക്കില്ല കേട്ടോ. പെട്ടെന്ന് എങ്ങനെയാലും രണ്ടിനെ അടുപ്പിക്കണം. എൻ്റെ കണ്ണ, അവർക്ക് എങ്ങനെയാലും ഒരു കുഞ്ഞുണ്ടായാൽ മതിയായിരുന്നു. എന്നിട്ട് വേണം എനിക്ക് ഇയാളിൽ നിന്നൊരു മോചനം നേടാൻ. അത് കേട്ടതും വിഹാൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ചെറു നോവുണർന്നു. അവൻ എഗ്രിമെൻറ്റിനെ കുറിച്ച് ഇപ്പോൾ ഓർക്കാറില്ലായിരുന്നു എന്നതായിരുന്നു സത്യം. അവളുടെ നാവിൽ നിന്നും അത് കേട്ടപ്പോൾ അവൾ തന്നിൽ നിന്നും എത്രയും പെട്ടെന്ന് മോചനം ആഗ്രഹിക്കുന്നുണ്ടെന്ന തോന്നലിൽ ഉള്ളിലെ പതർച്ച മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു, ശരിയാ, എനിക്കും അങ്ങനെ തന്നെയാ. എനിക്ക് ഈ തീപ്പെട്ടിക്കൊള്ളിയെ പിന്നെ സഹിക്കണ്ടല്ലോ അല്ലേ? എന്നിട്ട് വേണം നല്ലൊരു പെൺകുച്ചിനെ കണ്ടുപിടിച്ചേ കല്യാണം കഴിക്കാൻ. എന്നിട്ട് ലൈഫ് ഒന്ന് ആസ്വദിക്കണം. അവനാ പറഞ്ഞത് മേഘയെ ഒരുപാട് സങ്കടപ്പെടുത്തിയെങ്കിലും അവളും വിട്ടുകൊടുത്തില്ല. അവൾ പറഞ്ഞു, എനിക്കും കെട്ടണം, നിങ്ങളെക്കാളും അടിപൊളി ചെക്കനെ. എന്നിട്ട് ഞാനും ലൈഫ് ആസ്വദിക്കും. ഓക്കെ, ആര് പറഞ്ഞു വേണ്ടെന്ന്? നമുക്കേ ഇപ്പം ഫ്യൂച്ചർ വിടാം, എന്നിട്ട് പ്രസൻറ്റിലേക്ക് വരാം. പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? വിഹാൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ നമുക്ക് വർഷയുടെ മുന്നിലെ കുറച്ചുകൂടി റൊമാൻറ്റിക്കായി അഭിനയിക്കണം. അവളെ വിശ്വസിപ്പിക്കാൻ ഒരു പക്ഷേ എന്നിൽ നിന്നും പലതും ഉണ്ടായെന്ന് വരാട്ടോ. സാർ എനിക്ക് നല്ല സപ്പോർട്ട് തരണം കേട്ടല്ലോ. ആ സമയത്തെ ഞാൻ അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു എന്നൊന്നും പറഞ്ഞ് ചൊറിയാൻ വരാൻ പാടില്ല. ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യണം, എന്നാലേ പെട്ടെന്ന് റിസൾട്ട് കിട്ടുള്ളൂ. സംഭവം ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. റിസ്ക് എടുത്താലേ റിട്ടേൺ ഉണ്ടാവുള്ളൂ എന്നാണല്ലോ പറയാറ്. നമുക്കും റിസ്ക് എടുത്തേക്കാം അല്ലേ? വിഹാൻ നെറ്റിത്തടം ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നാ ഓക്കെ, ആ കൈയിന് മുട്ടിച്ചേ എന്നും പറഞ്ഞ് മേഘ വലത് കൈയിലെ കൈവിരൽ ചുരുട്ടിപ്പിടിച്ച് അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതുപോലെ ഒന്ന് ചെയ്ത് മുട്ടിക്ക് സാറേ. ഇതേ എൻ്റെ ഒരു സ്റ്റൈലാണ് സാറേ. വല്ലാത്തൊരു സ്റ്റൈല് തന്നെയെന്ന് പറഞ്ഞ് അവനും വലത് കൈയിലെ കൈവിരലുകൾ എല്ലാം ചുരുട്ടിപ്പിടിച്ചു അവളുടെ കൈയിലേക്ക് മുട്ടിച്ചു. യെസ്, അങ്ങനെ തന്നെ. ഇതുപോലെ വേറൊരെണ്ണുണ്ട്, കാണിച്ചു തരട്ടെ സാറേ? അവനൊന്ന് മൂളി. അവളുടെ കൈവിരൽ നേരെയാക്കി പിടിച്ചു അവനോടും അതുപോലെ പിടിച്ച് അവൾ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറഞ്ഞു. രണ്ടുപേരും ഒരേ ടൈമിൽ ഒരുപോലെ ഉള്ളം കൈയും പുറം കൈയും 2-3 പ്രാവശ്യം മുട്ടിച്ചു. ശേഷം നേരത്തെ ചെയ്ത പോലെ വിരൽ ചുരുട്ടി പിടിച്ച് മുട്ടിക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ സംഭവം.
ഓ ഇതാണോ ഇത്രയും വലിയ സംഭവം എന്നും പറഞ്ഞ് അവൻ കൈ പിൻവലിക്കാൻ നേരാണ് ഇരുവരുടെയും കയ്യിലെ ചെറുവിരൽ തമ്മിൽ കൊരുത്തത്. ആ ഒരു നിമിഷം ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ കൊരുത്ത് വലിച്ചു. കുറച്ചുനേരം ഇരുവരും ഇമ ചിമ്മാൻ പോലും മറന്നുപോയിരുന്നു. എന്നാ ഞാൻ പോട്ടെ സാർ, അവിടെ അമ്മ കഴിക്കാൻ എടുത്തു വെക്കുക എന്നും പറഞ്ഞ ഒരു തരം പിടച്ചിലോടെ നോട്ടം പിൻവലിച്ചു അവനിൽ നിന്നും തൻ്റെ വിരൽ വേർപ്പെടുത്തി അവൾ മുറിവിട്ടിറങ്ങി. വാതിൽക്കൽ എത്തി അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി ഒരു കുഞ്ഞു പുഞ്ചിരി സമ്മാനിച്ചു അവൾ അവിടെ നിന്ന് പോയപ്പോൾ വിഹാൻ തൻ്റെ ചെറുവിരൽ ഉയർത്തിപ്പിടിച്ചു ഒന്ന് നോക്കി. അന്നേരം അവൻ്റെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു.